അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. നമ്മൾ ഓരോരുത്തരും സൗഭാഗ്യവാന്മാരാകാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, നമ്മൾ സൗഭാഗ്യവാനാണോ? അല്ലെങ്കിൽ മറ്റൊരാളോട് നാം ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾ സൗഭാഗ്യവാനാണോ? എങ്ങനെയാണ് ഒരാൾ സൗഭാഗ്യവാനാണ് എന്ന് ഓരോരുത്തർക്കും ബോധ്യപ്പെടുക? ഒരാൾ സത്യം അന്വേഷിക്കുന്നതിനനുസരിച്ചും അതിലുള്ള ആ സത്യത്തോടുള്ള കൂറും താല്പര്യവും അനുസരിച്ചായിരിക്കും ഒരാളുടെ സൗഭാഗ്യം തീരുമാനിക്കപ്പെടുക. സത്യത്തോടുള്ള ഒരാളുടെ താല്പര്യവും അത് എവിടെ കണ്ടാലും അന്വേഷിച്ച് കണ്ടെത്തുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നതിനനുസരിച്ചാണ് ഒരാൾ സൗഭാഗ്യവാനാവുക. അപ്രകാരം തന്നെ തൻ്റെ തെറ്റുകളെക്കുറിച്ച് ഒരാൾ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ വല്ലാത്ത സന്തോഷം അവൻ അനുഭവപ്പെടും. ഒരാൾ നമ്മോട് നമ്മുടെ തെറ്റിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ ആ ബോധ്യപ്പെടുത്തിയ ആളോടും ആ കാര്യത്തെക്കുറിച്ചും വളരെയധികം സന്തോഷം തോന്നുക എന്നുള്ളത് സൗഭാഗ്യവാന്മാർക്ക് മാത്രമുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. അപ്പോൾ നാം ഓരോരുത്തരും സൗഭാഗ്യവാന്മാരാകാൻ ആഗ്രഹിക്കുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.